കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ന്യൂസിലാൻഡിൽ ഞാൻ സ്റ്റുഡന്റ് വിസയിൽ പഠിക്കാൻ വന്നപ്പോഴും പാർട്ട് ടൈം ജോബ് ചെയ്യുമ്പോഴും എല്ലാം ഞാൻ വീട്ടിൽ വിളിച്ച് കരയായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, എല്ലാം ഇട്ടിട്ട് തിരിച്ചു പോയാലോ എന്ന് ഒരുപാട് തവണ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ വിഷമമുള്ള സന്ദർഭങ്ങളിലെല്ലാം നന്നായി കരച്ചിൽ വരുമ്പോഴൊക്കെ ഞാൻ വിളിക്കുന്നത് ഒരേ ഒരാളെയായിരുന്നു, എൻ്റെ അമ്മേനെ. ചില സമയത്തൊന്നും ഫോൺ എടുത്തിട്ട് അമ്മേനോട് സംസാരിക്കാൻ പറ്റില്ല, വാക്കുകൾ പോലും കിട്ടില്ല, ഫുൾ സൈലൻസ് ആയിരിക്കും. പക്ഷെ ആ സൈലൻസ് പോലും അമ്മയ്ക്ക് മനസ്സിലാവുമായിരുന്നു എന്നുള്ളതാണ് അതിലെ സത്യം. എപ്പോൾ കരഞ്ഞിട്ടുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിലും അമ്മ എൻ്റെ അടുത്ത് അന്നും ഇന്നും പറയുന്നത് ഒരേ ഒരു കാര്യമാണ്, ആന വന്നാലും നെഞ്ചും വിരിച്ച് നിൽക്കണം. അന്നൊക്കെ ഇത് കേൾക്കുമ്പം ഞാൻ അമ്മേനോട് വഴക്കിടുമായിരുന്നു. അമ്മ, കൊല്ലാൻ വരുന്ന ആനയുടെ മുമ്പിൽ പോയി ഇങ്ങനെ നെഞ്ചും വിരിച്ച് നിൽക്കാൻ പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത് എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് ഇവിടെ ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം ന്യൂസിലാൻഡിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് ആ വാക്കിന്റെ അർത്ഥമൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ മുമ്പിലെ പ്രശ്നങ്ങളായിരുന്നില്ല ആ ആന, ആ പ്രശ്നത്തെ കണ്ടുണ്ടാവുന്ന നമ്മുടെ പേടിയായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആന. നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ ആ പ്രശ്നത്തിനെ പറ്റി ആലോചിച്ച് നമുക്കുണ്ടാവുന്ന പേടി, അത് കണ്ട് നമ്മൾ ഓടിയാല് ആ ആന നമ്മളെ ചവിട്ടി മെതിക്കും. പക്ഷെ നമ്മൾ തളരാതെ ഭയപ്പെടാതെ അവിടെ നിന്ന ഏത് ആനയും നമുക്ക് വഴിമാറി തരും. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ പ്രോബ്ലം, ഇറ്റ്സ് അബൌട്ട് ദ പോസ്.